നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ വടകരയിലെ സാൻഡ് ബാങ്ക്സ് പാർക്കിനടുത്താണ്. അത് നമുക്ക് ഈ സാൻഡ് ബാങ്ക്സ് പാർക്കിനോട് തൊട്ട് ചേർന്ന ബീച്ചൊന്ന് കാണാം. വളരെ മനോഹരമായ ഒരു ബീച്ചാണിത്. ഞങ്ങളിവിടെ പോയത് സന്ധ്യ സമയത്താണ്. വളരെ തിരക്ക് കുറഞ്ഞൊരു ദിവസമായിരുന്നു. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സൺസെറ്റ് കാണാനായിട്ട് സാധിക്കും. ഞങ്ങൾ അല്പം വൈകിയാണ് അവിടെ എത്തിയത്. അങ്ങനെ ബീച്ചിലെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ നേരെ ഈ പാർക്കിനകത്തേക്ക് കടക്കുകയാണ്. നാച്ചുറലായി തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന പാർക്ക്, കുട്ടികൾക്കെല്ലാം കളിക്കാനായിട്ടുള്ള സ്ഥലങ്ങളും ചുറ്റി നടന്ന് കാണാനായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട്. ആളുകൾ കുറവായതുകൊണ്ടായിരിക്കാം ഇതിനകത്ത് ലൈറ്റുകളൊന്നും മുഴുവനായിട്ട് ഓൺ ചെയ്തിരുന്നില്ല. ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇതിനകത്ത് ലൈറ്റിംഗ് മുഴുവൻ സോളാർ എനർജി കൊണ്ട് പ്രവർത്തിക്കുന്നതാണെന്നാണ്. അതുകൊണ്ടായിരിക്കും തിരക്കില്ലാത്ത സമയത്തോ അതോ ഞങ്ങൾ ചെന്നത് നേരം വൈകിയുണ്ടോ ആണെന്നറിയില്ല, ഇതിനകത്ത് ഏതാണ്ടൊരു മങ്ങിയ വെളിച്ചമായിരുന്നു. അങ്ങിങ്ങായി ചില ലൈറ്റുകൾ മാത്രമാണ് ഇവിടെ ഓൺ ചെയ്തിരുന്നത്. കുട്ടികളുടെ പാർക്കിന്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫിഷിംഗ് ബോട്ട്സ് എല്ലാം അന്നത്തെ ഫിഷിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒരു ഫിഷിംഗ് ബോട്ട് ഫിഷിംഗ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ പുറകിലുള്ള 2 വള്ളങ്ങൾ കൂടി വലിച്ചുകൊണ്ട് പോകുന്നതാണ്. കാരണം അവർക്ക് ആ വള്ളങ്ങൾ തുഴയാതെ തന്നെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ആ ബോട്ടിൽ തന്നെ കെട്ടിവലിച്ച് 2 എണ്ണം ഒന്നിനു പുറകെ ഒന്നായി അങ്ങനെ കെട്ടിവലിച്ച് കൊണ്ടുപോകുന്നത് കണ്ടത്. വടകര വരുന്നവർക്ക് എൻജോയ് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ് ഈ സാൻഡ് ബാങ്ക്സ് വടകര. വൈകുന്നേരങ്ങളിലെല്ലാം കാറ്റുകൊണ്ടിരിക്കാനെല്ലാം പറ്റിയൊരു സ്ഥലമാണിത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്, കാരണം കൂടുതലൊന്നും ഇവിടെ ഷൂട്ട് ചെയ്യാനായിട്ടും സാധിച്ചില്ല. വെളിച്ചത്തിന്റെ അഭാവം മൂലം തന്നെ ഇവിടെ കാണുന്ന പോലെ ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഇവിടെ വെളിച്ചമുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വടകരയിലെ ഈ ചെറിയൊരു വീഡിയോയിൽ കൂടെ ഞാൻ ഈ സാൻഡ് ബാങ്ക്സിന്റെ കാഴ്ചകൾ ഇവിടെ പങ്കുവയ്ക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു സ്ഥലവുമായിട്ട് വീണ്ടും കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.